നമസ്കാരം സുഹൃത്തുക്കളെ. എനിക്ക് വളരെ സന്തോഷം. ഇതുവരെ ഞാൻ 10 പൈസ പ്രതിഫലം മോഹിക്കാതെയാണ് ഇത് ഇത്രയും നാളായിട്ട് പഠിപ്പിച്ചത്. ഇത് 17ാമത്തെ തവണയാണ് പഠിപ്പിക്കുന്നത്. 16 വർഷം പിന്നിട്ടു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ദിവസമാണ് ഇന്ന്. ഞാനിവിടെ ഇന്നും നീന്തലുണ്ടായിരുന്നു. ഒരു 400 പേരോളം ആലുവ പെരിയാർ ക്രോസ് ചെയ്യിപ്പിച്ചു. ഇന്ന് മെഗാ ക്രോസിംഗ് ആയിരുന്നു ഞങ്ങളുടെ ഈ വർഷത്തെ പഠിപ്പിക്കുന്ന ലാസ്റ്റ് ദിവസം. അപ്പോൾ അതിൻ്റെ പ്രകടനം കാഴ്ചവെച്ച് അത് കഴിഞ്ഞ് കയറിയപ്പോഴാണ് ഈ വാർത്ത അറിഞ്ഞത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ബഹുമതിയാണിത്. അത് തന്നെയല്ല, എന്നെപ്പോലെ ഒരു സാധാരണക്കാരനായ ആളോട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ലോകം അറിയപ്പെടുന്ന ആള് ഇങ്ങനെ ലളിതമായിട്ട് ഇങ്ങനെ സംസാരിക്കുമോ, എന്നെ കണ്ടെത്തിയല്ലോ, അത് തന്നെ എനിക്ക് വളരെ സന്തോഷം. ഇനിയുള്ള സമയങ്ങളിലെല്ലാം നീന്തൽ പഠിപ്പിക്കാൻ എനിക്ക് ഇത് തന്നെ ഒരു മുതൽക്കൂട്ടും ഒരു പ്രചോദനമാവും. ഇത് സജി വളാശ്ശേരി എന്ന നീന്തൽ പരിശീലകൻ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്ത് എന്ന പ്രോഗ്രാമിലൂടെ ഇദ്ദേഹത്തിൻ്റെ സേവനങ്ങളെപ്പറ്റി പറയുകയും അങ്ങനെ രാജ്യം മുഴുവൻ ഈ മനുഷ്യൻ തിരിച്ചറിയപ്പെടുകയും കേരളത്തിലുള്ള സകലമാന മാധ്യമങ്ങളും അദ്ദേഹത്തെ തിരഞ്ഞു ചെല്ലുകയൊക്കെ ചെയ്തു. തുടർന്ന് അദ്ദേഹം പ്രതികരിക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. ഇവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരോ അല്ലെങ്കിൽ മന്ത്രിമാരോ MLA മാരോ ഒന്നും അല്ല അദ്ദേഹത്തെ കണ്ടെത്തിയത്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ഇതുവരെ കേരളത്തിന് അദ്ദേഹം നൽകിയ ഉപകാരങ്ങളിൽ, അതായത് നരേന്ദ്രമോദി എന്തെങ്കിലും സഹായമോ ഉപകാരമോ ഒക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും. ഞാൻ ഒരു കുട്ടനാട്ടുകാരനാണ്. മുൻപ് ഞാൻ പല ചാനലുകളിൽ വർക്ക് ചെയ്തിരുന്ന സമയത്തൊക്കെ ഞാൻ ഒന്നിലധികം തവണ ഈ ഒരു വിഷയം, നരേന്ദ്രമോദി പറഞ്ഞ ആ കാര്യത്തെപ്പറ്റിയല്ല, ഈ നീന്തൽ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പല തവണ ഞാൻ നിരവധി വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും എൻ്റെ മറ്റ് വീഡിയോകൾ റീച്ച് കിട്ടുന്നത് പോലെയൊന്നും പോയിട്ടില്ല. പലർക്കും അതിൻ്റെ ഗൗരവം എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ പത്രം, എല്ലാ ദിവസവും പത്രങ്ങൾ ഏതെങ്കിലും തരത്തിലൊക്കെ വായിക്കുന്നവരാണ് നമ്മൾ ഈ അച്ചടി മാധ്യമങ്ങളുണ്ടല്ലോ, അച്ചടി മാധ്യമം നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ അത് ഏത് പത്രവും ആയിക്കോട്ടെ, ആ പത്രത്തിൽ നിരവധി പേജുകളുണ്ടല്ലോ. അത് നിങ്ങളൊന്ന് മറിച്ച് വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണിൽപ്പെടാത്ത ഒരു വാർത്ത കാണും. എവിടെയെങ്കിലും ഒരു സൈഡിലായിട്ടായിരിക്കും ആ വാർത്ത കാണുന്നത്. മുങ്ങി മരിച്ചു എന്ന രീതിയിലായിരിക്കും അത് കിടക്കുന്നത്. ഒരു കോളം വാർത്ത കഷ്ടിച്ചു വല്ലതും കാണും. ശരാശരി 2 പേരെന്ന കണക്കിനാണ് കേരളത്തിൽ ആളുകൾ, അതും പ്രത്യേകിച്ച് 30-ൽ താഴെ പ്രായമുള്ള ചെറുപ്പക്കാരായിട്ടുള്ളവരാണ് മുങ്ങി മരിക്കുന്നത്. റോഡിൽ ഒരു ദിവസം ശരാശരി 5 മുതൽ 10 വരെയുള്ള ആളുകളാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ ശരാശരി 2 പേർ വെച്ച് കേരളത്തിൽ മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇന്നുവരെയും ഇവിടുത്തെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മറ്റ് മന്ത്രിമാരോ രാഷ്ട്രീയ പ്രവർത്തകരോ സാമൂഹിക പ്രവർത്തകരോ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യാത്ത ഒരു വിഷയമാണിത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികളെ ഒരു 15-16 വയസ്സ് വരെയൊക്കെ നമ്മൾ നമ്മുടെ ചിറകനടിയിൽ വെച്ച് സംരക്ഷിച്ച് കൊണ്ടുവരും. അതിനുശേഷം ഇവർ പഠനത്തിനായിട്ടോ മറ്റ് ജോലിക്കൊക്കെ ആയിട്ടോ പലയിടത്തേക്കായിട്ട് പോകും. അപ്പോൾ കൂട്ടുകൂടി അവർ ട്രിപ്പ് പോവും, അവർ ടൂറ് പോവും, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ വെള്ളം കണ്ടാൽ, അതായത് ഈ പാറമടയിലുള്ള വെള്ളമാവട്ടെ, അല്ലെങ്കിൽ തോട്ടിലെ ആവട്ടെ, ആറ്റിലെ ആവട്ടെ, കായലിലെ ആവട്ടെ, കടലാവട്ടെ, കൂട്ടുകൂടി അവർ കുളിക്കാനും കളിക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിനെപ്പറ്റി യാതൊരു ധാരണയും കാണില്ല. ഈ പാറക്കെട്ടിലൊക്കെ ഇറങ്ങിയുള്ള അവസ്ഥ അറിയാമല്ലോ. ചില സ്ഥലത്ത് വലിയ ആഴമായിരിക്കും, ചുഴിയൊക്കെ കാണും. അതേപോലെ തന്നെ ഈ കായലിൽ നീന്തി പഠിച്ചവർക്ക് പോലും, അതായത് പുഴയിലും ആറ്റിലും തോട്ടിലുമൊക്കെ നീന്തി പഠിച്ചവർക്ക് പോലും കടലിൽ ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ അബദ്ധം പറ്റും. എനിക്ക് പറ്റിയിട്ടുള്ളതാണ്. ഞാൻ വേമ്പനാട്ടുകായലിൽ വരെ നീന്തിയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ഞാൻ കടലിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പം ഫസ്റ്റിലെ ആദ്യം ഇറങ്ങുന്ന സമയത്ത് എന്നെ തൂക്കിയെടുത്ത് ഈ അവിടുത്തെ താഴത്തെ മണ്ണുണ്ടല്ലോ, ആ മണ്ണിൽ കൂടെ ഇങ്ങനെ എൻ്റെ മുഖം ഉരഞ്ഞു പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് പുഴയിൽ നീന്തുന്ന പോലെയല്ല കടലിൽ നീന്തുന്നതെന്ന്. അങ്ങനെ വലിയ അപകടം പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഈ അറിയാൻ മേലാത്തൊരു കടലിറങ്ങുമ്പോൾ, പുഴയിലിറങ്ങുമ്പോൾ, തോട്ടിലിറങ്ങുമ്പോഴൊക്കെ. അങ്ങനെ നീന്തൽ അറിയാത്ത ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ അവരുടെ കൂടെ വന്നിരിക്കുന്നവർ സ്വാഭാവികമായിട്ട് സുഹൃത്തുക്കളായിരിക്കുമല്ലോ, അവരിവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കും. ഫലം അവരിൽ പലരും അപകടത്തിൽപ്പെടുകയും ജീവൻ തന്നെ നഷ്ടമാവുകയും ചെയ്യും. അങ്ങനെ ഒരിക്കൽ കോവളത്ത് ഞാൻ ഉണ്ടായിരുന്ന സമയത്താണ് 5 പേരാണ് ഒന്നിച്ച് ഈ കടലിൽപ്പെട്ടത്. 4 പേര് മരണപ്പെട്ടു, ഒരാളെ കഷ്ടിച്ച് രക്ഷപ്പെടുത്തുണ്ടായി. അങ്ങനെ വലിയ അപകടങ്ങൾ നടക്കും ഇതുപോലെ അറിയാത്തതുകൊണ്ടാണ്. നമ്മുടെ പത്രങ്ങളിൽ സ്ഥിരം വരുന്ന വാർത്തയായതിനാൽ ഏതെങ്കിലും ഒരു കോളത്തിലായിരിക്കും. പക്ഷേ ഈ ജീവൻ നഷ്ടമാകുന്നവരുടെ വയസ്സ് നമ്മൾ നോക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. തീർച്ചയായിട്ടും 30 താഴെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ളവരാണ്. അപ്പോൾ ഒരു വീടിൻ്റെ പ്രതീക്ഷയാണ് പലപ്പോഴും ഇത്തരം മരണങ്ങളിൽ നഷ്ടപരിഹാരം പോലും കിട്ടാറില്ല, യാതൊരു സഹായം പോലും കിട്ടാറില്ല. പക്ഷേ ദിവസം എന്നോണം ശരാശരി 2 പേരെന്ന കണക്കിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ മലയാളിയായിട്ടുള്ള ഏതൊരു വ്യക്തിയും തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം നീന്തൽ തന്നെയാണ്. നമ്മൾ ബോധപൂർവം ഇറങ്ങി അപകടം പറ്റാം, അല്ലാതെയും പറ്റാമല്ലോ. ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പോലും ഒരുപക്ഷെ നമ്മൾ വെള്ളത്തിൽ പോകേണ്ട ഒരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? ഒരു പാലം തകർന്ന് വെള്ളത്തിലോട്ട് പോയി, അല്ലെങ്കിൽ നമ്മളൊരു കടത്ത് കയറുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജങ്കാറ് കയറുമ്പോൾ, ബോട്ടിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ അപകടമുണ്ടാവാം. നീന്തൽ പഠിച്ചിരുന്നാൽ അത് ഏറ്റവും നല്ലതാണ്. മാത്രമല്ല നീന്തൽ ആരോഗ്യത്തിന് വളരെ ഉത്തമമായിട്ടുള്ള ഒരു വ്യായാമ മാർഗ്ഗം കൂടിയാണ്. അതിനാൽ
നീന്തൽ പഠിക്കുക എന്നതൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ചിലത് പറയും സൈക്കിൾ ചവിട്ട് പഠിക്കണം, അത് നല്ലതാണെന്ന് പറയും. അതിനേക്കാൾ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് നീന്തൽ പഠിക്കുക എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുട്ടനാട്ടുകാരനാണ്. എൻ്റെ നാട്ടിലും ഉണ്ടായിരുന്ന ഇതേപോലെ തന്നെ ഈ സജി വളാചേരിയെ പോലെ ഒരാൾ. പക്ഷേ ഇദ്ദേഹം ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെയാണ് നീന്തൽ പരിശീലിപ്പിച്ച് അവരെ പ്രാപ്തരാക്കി. ഏതാണ്ട് 18,000-ന് മുകളിൽ ആളുകളെ ഇതിനകം തന്നെ അദ്ദേഹം നീന്തൽ പരിശീലിപ്പിച്ചു വിട്ടു. പക്ഷേ എൻ്റെ നാട്ടിൽ അജയൻ എന്നു പേരുള്ള, ഞങ്ങളൊക്കെ സമരണ്ണൻ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു നീന്തൽക്കാരനായിരുന്നു. അദ്ദേഹം പക്ഷേ ഈ നീന്തൽ പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 1 രൂപ പോലും വാങ്ങാതാണ്. ഒരുപാട് ആളുകൾ, എൻ്റെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സേനാ വിഭാഗങ്ങളിലെ പല വിഭാഗങ്ങളിലായിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. സായി ജോലി കിട്ടിയവരുണ്ട്, ലൈഫ് ഗാർഡായിട്ട് ജോലി കിട്ടിയവരുണ്ട്, കരസേനയിലും വ്യോമസേനയിലും നാവികസേനയിലുമൊക്കെ ജോലി നേടിയ ഒരുപാട് കുട്ടനാട്ടുകാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ജീവിത മാർഗ്ഗം കൂടിയാണ്. ഇപ്പോൾ നമ്മൾ ആ ജീവിത മാർഗ്ഗം എന്നത് മാറ്റി നിർത്തിയാൽ കൂടി നമ്മുടെ ജീവനെ രക്ഷിക്കാൻ ഏറ്റവും ഉതകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും നീന്തൽ പഠിക്കുക എന്നത്. പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ പത്രമെടുത്ത് നോക്കിയാൽ മതി. നിങ്ങൾ ഏത് ദിവസത്തെ പത്രമെടുത്ത് നോക്കിയാലും അതിൻ്റെ ഏതെങ്കിലും ഒരു കോളത്തിൽ ഒരു മുങ്ങി മരണ വാർത്ത കാണുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ശരാശരി 2 പേർ എന്ന നിരക്കിൽ, അതും ചെറുപ്പക്കാരായിട്ടുള്ളവരാണ് ഇവിടെ ഈ മുങ്ങി മരിക്കുന്നത്. അത് ഒഴിവാക്കാൻ തീർച്ചയായിട്ടും മക്കളുള്ളവരാണെങ്കിൽ ആ മക്കളെ 10ാം ക്ലാസ് പാസ്സാവുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും കുറഞ്ഞത് നീന്തൽ പഠിപ്പിക്കണം. അതായത് വെള്ളത്തിൽ പോയാൽ പൊങ്ങിക്കിടക്കാനുള്ള പരിശീലനമെങ്കിലും ആ കുട്ടിക്ക് നിങ്ങൾ എത്ര രൂപ മടക്കിയിട്ടാണെങ്കിലും, പണമൊന്നും ഒരുപാട് മടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾ പോലുള്ള പരിശീലന കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അവിടെ ആശാമാർ ഇതുപോലെ പറയുന്ന പോലെ അത് കൃത്യമായിട്ട് പരിശീലനം കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഏറ്റവും കൂടി പോയാൽ ഒരു മാസം ഒരു 3,000 രൂപ കൊടുത്താൽ മതി. 20-25 ക്ലാസ് ഉണ്ട്. അത്രയൊന്നും പോകേണ്ട വരത്തില്ല. ഒരാഴ്ച, 1.5 ആഴ്ച, 2 ആഴ്ച ആകുമ്പോഴേക്കും തന്നെ അത്യാവശ്യം നീന്താനുള്ള ഒരു 100 മീറ്റർ 200 മീറ്ററൊക്കെ നീന്താനുള്ള പരിശീലനം കിട്ടിക്കഴിഞ്ഞിരിക്കും. അപ്പോൾ ആ പണം ഒരു നഷ്ടമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ, അല്ലാതെ പുഴയും തോടും കായലുമൊക്കെ പരിസരത്തുള്ളവരാണെങ്കിൽ അവരോട് പറയേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായതിനാൽ കുറേ കഴിയുമ്പോഴേക്കും സ്വാഭാവികമായ രീതിയിലൂടെ തന്നെ അവർ നീന്തൽ പഠിച്ചെടുക്കും. ഇതിനൊന്നും അവസരമില്ലാത്തവർ പണം മുടക്കിയിട്ടാണെങ്കിലും തീർച്ചയായിട്ടും തങ്ങളുടെ മക്കളെ നീന്തൽ എന്ന ഏറ്റവും അത്യാവശ്യപ്പെട്ട ഈ ജീവൻ രക്ഷിക്കുന്ന ഒരു പരിശീലന മാർഗം അഥവാ ഒരു ജീവിതചര്യയുടെ ഭാഗമായിട്ട് തന്നെ കൊണ്ടു കിടക്കേണ്ട. അതും വെള്ളമൊക്കെ തൊട്ടടുത്തുള്ളവരാണെങ്കിൽ അങ്ങനെ തന്നെ കൊണ്ടു കിടക്കണം. കാരണം അതൊരു വ്യായാമം കൂടിയാണ്. അത് അത്യാവശ്യമായിട്ട് പരിശീലിപ്പിക്കേണ്ടതാണ്, പഠിപ്പിക്കേണ്ടതാണ്. തങ്ങളുടെ മക്കൾ ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ അവർ 10ാം ക്ലാസ് പാസ്സാവുന്നതിന് മുമ്പെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു 50 മീറ്റർ 100 മീറ്ററെങ്കിലും നീന്താനുള്ള ഒരു കഴിവ് ആർജിക്കുന്നത് പോലെ അവരെ അത് പരിശീലിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന നിലയിൽ കേരളത്തിന് ഒരുപാട് ഉപകാരങ്ങളും സഹായങ്ങളുമൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അതൊന്നുമല്ല, ഇപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് ലോകം ശ്രദ്ധിക്കാറുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്, അതെല്ലാം ജനങ്ങളെ സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ നീന്തലിനെ പറ്റി അദ്ദേഹം പറയുമ്പോൾ ഈ വ്യക്തിയെ, ഈ സജി വളാഞ്ചേരി എന്ന വ്യക്തിയെ, അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടറിയുമല്ലോ. അപ്പോൾ അതിലൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് കുറേ പേരെങ്കിലും സ്വയം നീന്തൽ പഠിക്കാനും തങ്ങളുടെ മക്കളെ നീന്തൽ പഠിപ്പിക്കാനും ശ്രമിക്കും. അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, മലയാളിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു നീക്കത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതിക്ക് മലയാളിയെ പ്രേരിപ്പിച്ചു എന്നതിൽ നരേന്ദ്രമോദിക്കുള്ള പങ്ക് തീർച്ചയായിട്ടും എടുത്തു പറയണം. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഇതുവരെ ചെയ്ത ഉപകാരങ്ങളിൽ ഏറ്റവും വലിയ ഉപകാരമാണ് കേരളത്തിനോട്, മലയാളിയോട് ഇപ്പോൾ ചെയ്തത്.